കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും മുത്തപ്പൻ പുഴയിലും മലവെള്ളപ്പാച്ചിലാണ്. പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒരാൾ കുടുങ്ങി എന്നൊരു വിവരം കൂടിയുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി മുക്കത്തു നിന്നും അഗ്നിരക്ഷാസേന അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഏറ്റവും പുതിയ ചില ദൃശ്യങ്ങൾ കാണാം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ അവിടെ കുടുങ്ങിയ ആളെ, വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോഴും ഈ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണോ? വിജയകുമാർ, കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ മഴ ശമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വനപ്രദേശത്തിൽ മഴ പെയ്തതിന്റെ ഭാഗമായുള്ള മലവെള്ളപ്പാച്ചിലാണ് പുഴകളിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. പ്രധാനമായും ഇരവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ആ ജലനിരപ്പ് ഇപ്പോഴും താഴ്ന്നിട്ടില്ല എന്നാണ് നമ്മൾ അവിടെ നിന്നും മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇരവഴിഞ്ഞിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒരാൾ കുടുങ്ങി എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇവർ കുറേയധികം ആളുകളായിരുന്നു ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിയത്. പക്ഷെ അതിൽ മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് ഉണ്ടായതോടെ കൂടെ ഉണ്ടായ ആളുകൾ തീരദേശത്തേക്ക് മാറി. പക്ഷേ ഒരാൾ പാറയുടെ മുകളിൽ നിൽക്കുകയായിരുന്നതിനാൽ പക്ഷെ അദ്ദേഹത്തിന് മാത്രം മാറാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുക്കത്തു നിന്നും ഫയർഫോഴ്സ് സംഘം ഈ പതങ്കയം വെള്ളച്ചാട്ടത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി തുടരുന്നുണ്ട്. എന്നാണെങ്കിലും ഫയർഫോഴ്സ് ഉടൻ തന്നെ അവിടെ എത്തി ഈ യുവാവിനെ രക്ഷപ്പെടുത്തുമെന്ന വിവരങ്ങൾ കൂടിയാണ് നമ്മൾ പ്രാദേശികമായി മനസ്സിലാക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് ഗ്രാമീണ മേഖലകളിൽ മഴയുണ്ടായത്. പക്ഷേ വനപ്രദേശത്ത് കൂടുതൽ സമയം മഴ പെയ്തു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പുഴകളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. യുവാവ് ഇപ്പോഴും ആ പുഴയുടെ നടുക്കെ പാറയിൽ സുരക്ഷിതനായി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ. യെസ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കോഴിക്കോട്, അത് അവിടെ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തു. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലും മുത്തപ്പൻ പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. പതങ്കയം വെള്ളച്ചാട്ടത്തിലാണ് ഒരാൾ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനത്തിനായി അഗ്നിരക്ഷാസേന മുക്കത്തു നിന്ന് അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരവിടെയുണ്ട്. അദ്ദേഹം ഒരു പാറയുടെ മുകളിൽ സുരക്ഷിതനായി നിൽക്കുകയാണ്. അല്പസമയത്തിനകം സേഫായി തന്നെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മറ്റു പ്രശ്നങ്ങളില്ല. പക്ഷേ പുഴകളിൽ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി ഉള്ള വേനൽ മഴ തന്നെയാണ് എന്ന വിവരം നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. കാലവർഷത്തിൻ്റെ വരവിന് മുന്നോടിയായി പെയ്യുന്ന ശക്തമായ വേനൽ മഴ തന്നെയാണ്. ആൻഡമാൻ ഭാഗത്തേക്ക് കാലവർഷ മേഘങ്ങൾ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി. ഇത്തവണ കാലവർഷം കുറച്ച് നേരത്തെ എത്തും. മെയ് അവസാനത്തോടെ സംസ്ഥാനത്ത് എത്തും. കാലവർഷം കുറച്ച് നേരത്തെ എത്തും. നേരത്തെ പറഞ്ഞത് സാധാരണ ജൂൺ 1 എത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഇത്തവണ മഴയെത്തും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത എന്ന വിവരമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ 4 ജില്ലകളിലായിരുന്നു യെല്ലോ അലേർട്ട്. ഇപ്പോഴത് 7 ജില്ലകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട, അതുപോലെ എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്യും എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്.